لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد بسم الله ربي الله حسبي الله توكلت على الله اعتصمت بالله فوضت أمري هذا إلى الله فوضت أمري هذا إلى الله فوضت أمري هذا إلى الله ما شاء الله لا قوة إلا بالله من مثل فاطمة الزهراء في نسبي وفي فخار وفي فضل وفي حسبي والله فضلها حقا وشرفها إذا كانت بنت خير للعجم والعربي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الله سبحانه وتعالى നമ്മുടെ ഇന്നത്തെ തറാവീഹ് നിസ്കാരവും നോമ്പും എല്ലാം അല്ലാഹു പരിപൂർണമായി നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, പ്രിയമുള്ള സത്യവിശ്വാസികളെ, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മഹദിയവர்கள் വഫാത്തായത് ഇതുപോലെ ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. ഇന്ന് ചൊവ്വയാണ്. ഹിജ്റ 11-ാം വർഷം മഹദിയവர்கள் അവിടത്തെ 24-ാം വയസ്സ് അല്ലെങ്കിൽ 29-ാമത്തെ വയസ്സ് ഈ ലോകത്തോട് വിടവായി. നല്ല പ്രായത്തിലാണ് മഹദിയവர்கள் ഈ ലോകത്തോട് വിടവായി. പ്രിയമുള്ള സഹോദരന്മാരെ, മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ കുറിച്ച് പഠിപ്പിച്ചു. വകാനത്ത് ഫാത്തിമ അഹബ്ബ ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി അവരുടെ കുടുംബത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകളാണ്. കുടുംബത്തിൽ ആരെ ചേർത്ത് നോക്കിയാലും അവരിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ഫാത്തിമയാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മാത്രമല്ല, ആ ഇഷ്ടം എപ്പോഴും പ്രകടമാകാറുണ്ട്. വൈദാ അറാദ സഫറൻ യകൂന ആഖിറ അലൈഹി ബിഹാ വൈദാ ഖദിമ അവ്വലു മാ യദ്ഖുലു അലൈഹാ. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി ഒരു യാത്ര പോകാൻ ഉദ്ദേശിച്ചാൽ ഫാത്തിമ ബീവിയുടെ സമീപത്ത് ചെന്ന് ആ മഹദിയെ കണ്ട് മകളോട് യാത്ര പോകാറുള്ളൂ. എന്റെ പ്രിയമുള്ള സത്യവിശ്വാസികൾ, കേൾക്കുന്നവര്, ഇതൊക്കെ ജീവിതത്തിൽ പാഠമാകണം. മാത്രമല്ല, തിരിച്ചു വരുമ്പോഴും മകളരികിലേക്ക് വന്നിട്ടാണ്, മകളെ കണ്ടിട്ടാണ് വീട്ടിലേക്ക് പോകാറ്. കാരണം പ്രിയപ്പെട്ട മക്കൾ, പ്രത്യേകിച്ച് പെൺമക്കൾ എന്നത് വാത്സല്യനിധികളാണ്. ഈ ഒരു പതിവ് നമ്മുടെ വീട്ടിൽ ഞാനും നിങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. നമ്മളെ പെൺമക്കളോട് വലിയ സ്നേഹമുള്ളവരാകണം. എന്ന് വിചാരിച്ച് ആൺമക്കളെ കൂടെ താക്കണമെന്ന് അർത്ഥമില്ല. പക്ഷേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ ഇഷ്ടപ്പെടാൻ മറ്റു പല കാരണങ്ങളുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു സൃഷ്ടിച്ചത് തന്നെ എല്ലാ സ്വഭാവത്തിലും പ്രകൃതിയിലും ശരീരഘടനയിലും നടത്തത്തിലും ഇരുത്തത്തിലും എല്ലാം അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സാമീപ്യമുണ്ട് എന്ന ഹദീസിൽ കാണാം. ഫാത്തിമത്തു തംശി മാ തുഹത്തി ഉർശിയതാ
من مشية النبي صلى الله عليه وسلم شيئا മഹദിയുടെ നടത്തമുണ്ടല്ലോ ഫാത്തിമ ബീവിയുടെ നടത്തം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തത്തിൽ നിന്ന് ഒരളവ് പോലും മാറ്റമുണ്ടായിട്ടില്ല. നബിതങ്ങൾ നടക്കുന്നത് പോലെ, നബിതങ്ങൾ ഇരിക്കുന്നത് പോലെ, നബിതങ്ങളുടെ സ്വഭാവത്തിലും നബിതങ്ങളെ കാണുന്നത് പോലെയുള്ള കാഴ്ചയും നബിതങ്ങളുടെ രൂപവും എല്ലാം ഒത്തൊരുങ്ങിയവരാണ് സയ്യിദത്തുന ഫാത്തിമ. അത് അല്ലാഹുവിന്റെ റസൂൽ ചുവപ്പുകലർന്ന വെളുപ്പ നിറമാണല്ലോ. അതുപോലെ തന്നെ ഫാത്തിമ ബീവി നിറത്തിലും അങ്ങനെയാണ്. കാരണം പലപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറയാറുണ്ട്, ഫാത്തിമത്തു ബിദഅത്തുൻ മിന്നീ, ഫാത്തിമ ബീവി എന്റെ അംശമാണ്. ഫാത്തിമത്തു ബിദഅത്തുൻ തൻകബിദു മിന്നീ, ഫാത്തിമ ബീവി എന്റെ കരളിന്റെ കഷണമാണ്. ഫമൻ അഗ്ദബഹാ അഗ്ദബനീ, എന്റെ ഫാത്തിമയെ ആരെങ്കിലും ഫാത്തിമയെ കോപിക്കുന്ന വല്ല വാക്കുകളോ പ്രവൃത്തികളോ ആരിൽ നിന്നുണ്ടായാലും അത് എന്നെ ലക്ഷ്യം പിടിപ്പിക്കലാണ്. മറ്റൊരു ഹദീസിൽ കാണാം, യജമാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഫാത്തിമ ബീവിയുടെ തൃപ്തിയാണ് എന്റെ തൃപ്തി. ഫാത്തിമ ബീവിക്ക് ലക്ഷ്യം വന്നെങ്കിൽ എനിക്കും ലക്ഷ്യമാണ്. കാരണം ഫാത്തിമ ബീവി ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോ അത്രത്തോളം സൂക്ഷ്മതയോടെ ജീവിച്ച മഹതിയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, യാതൊരു സാമ്പത്തികമായ ശേഷിയും ഇല്ലാത്ത ഒരു ഭർത്താവിന് ആലോചന വന്നപ്പോ ആരാണ്? സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ്. പക്ഷേ അലി ഇബ്നു അബീ ത്വാലിബ് ആരാണ്? ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ വാഴിയും ബാബുഹാ അന മദീനത്തുൽ ഇൽമി വാഴിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള കവാടം അത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പണ്ഡിതനായ വീരശൂര പരാക്രമിയായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് സാമ്പത്തിക പരാധീനതയുള്ളയാളാണ്. സമ്പന്നനല്ല, ദരിദ്രനായ സഹാബിയാണ്. ആ സഹാബിയ വിവാഹം ആലോചിച്ചപ്പോൾ യാതൊരുവിധ പ്രയാസവുമില്ലാതെ ആ പ്രിയപ്പെട്ടവരെ ഭർത്താവായി സ്വീകരിക്കാനുള്ള മനസ്സ് കാണിച്ചവരാണ് സയ്യിദത്തുന ബീവി ഫാത്തിമ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ വിവാഹം കഴിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് വിവാഹം കഴിച്ചയച്ചിട്ടോ ആ പ്രിയപ്പെട്ട മകളെ അലിയാരി തങ്ങളോട് വിടുന്നത് എങ്ങനെയാണെന്നറിയുമോ? ഹദീസിൽ കാണാം, ലമ്മാ സഫജഹു ഫാത്തിമ ബഅസ മഅഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അലിയാരി തങ്ങൾക്ക് വിവാഹം കഴിച്ചിട്ടോ ആ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അലിയാരി തങ്ങൾക്ക് വിവാഹം കഴിക്കുന്നതിന് മുമ്പും ഫാത്തിമ ബീവി ഉമ്മയുടെ അരികിൽ വെച്ച്, ഖദീജ ബീവിയുടെ അരികിൽ വെച്ച് പലപ്പോഴും പൊട്ടിക്കരയുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അന്വേഷിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ രണ്ട് സഹോദരിമാർ ഈ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന രംഗം കണ്ടു. എനിക്കും വരാനുള്ളത് ഇതാണല്ലോ. എന്റെ വാപ്പയാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും എന്റെ ഉമ്മയാകുന്ന ഖദീജ ബീവിയാകുന്ന മാതാവായ അങ്ങയെയും വിട്ടുപിരിയാൻ എനിക്ക് സാധ്യമല്ല ഉമ്മ. അതോർത്തിട്ടാ ഞാൻ കരയുന്നതോ. ഉമ്മ പറഞ്ഞു, മോളെ, ആ കാരണം കൊണ്ടാണെങ്കിൽ നീ വിഷമിക്കണ്ട. ഇൻഷാ അല്ലാഹ് നിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്ന പരിപാടിയില്ല. പക്ഷേ ദൂരത്തേക്കല്ല വിവാഹം കഴിച്ചയച്ചത് എന്നോർക്കുക. മഹാനായ അലി ഇബ്നു അബീ
ത്വാലിബ് തങ്ങൾക്ക് വിവാഹം കഴിച്ചേക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ സമ്മാനങ്ങൾ അറിയുമോ? ഒരു രോമവസ്ത്രം നൽകി, അതുപോലെ തന്നെ പനനാരികൾ നിറച്ചൊരു തലങ്ങണി കൊടുക്കുകയാണ്. തലയിൽ വെക്കാൻ തലയിണ കൊടുത്തു. അതുപോലെ തന്നെ 2 ആണ്ടുകളിലും ഒരു തോൽപാത്രവും 2 കോഴിയും ഇതാണ് മകൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാൻ പോകുമ്പോ സമ്മാനമായി നൽകുന്നത്. മഹാനായ ഇമാം അഹ്മദുൽ ഹംബലി റഹിമഹുല്ലാഹ് തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിരിക്കണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഫാത്തിമ ബീവിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട അലിയാരും തങ്ങളും കിടന്നതോ ഒട്ടകത്തിന്റെ തോലിന്റെ മുകളിലാണ്. അതാണ് അവരുടെ വിരിപ്പ് സഹോദരന്മാരെ. ആ വിരിപ്പിൽ കിടന്നുറങ്ങുകയും നേരം കൊടുക്കുമ്പോ ഒട്ടകത്തിന് പക്ഷം ആ വിരിപ്പിലാണ് കൊടുക്കുന്നതോ. പ്രിയമുള്ളവരെ, ആ തോലെന്ന് പറയുമ്പോ തല വെക്കുമ്പോൾ കാലത്താത്ത് തോലാണ്, കാലിൽ തോലിൽ വെക്കുമ്പോൾ തലവെടുത്താകുമ്പോ ഈ രൂപത്തിലുള്ള ലോകത്തെ പ്രപഞ്ചത്തെ തന്നെ പരിപൂർണമായി ധരിച്ച ഫാത്തിമ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, എന്റെയും നിങ്ങളുടെയും ജീവിതം ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ മുൻഗാമിയായ മഹദി മഹാത്മാക്കൾ ജീവിച്ച ജീവിത ശൈലി മനസ്സിലാക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണേ. സ്വർഗത്തിലെ നേതാവാണ് സയ്യിദത്തുൽ ജന്ന അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബീവിയെ കുറിച്ച് വിശേഷിപ്പിച്ചത് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവായി സയ്യിദത്തുൽ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഹദീസിൽ കാണാം. സഹോദരന്മാരെ, ഇങ്ങനെ വളരെ ലളിതമായ ജീവിതമാണ്, പ്രപഞ്ചത്തെ പരിപൂർണമായി തിരിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അവരുടെ ജീവിതത്തിന്റെ ഇടയിലെ സാഹചര്യങ്ങൾ പലപ്പോഴും വലിയ പ്രയാസകരമാണ്. ഒരു ദിവസം അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയുന്നു, ഫാത്തിമ, വെള്ളം കോരി എന്റെ 2 നെഞ്ചും വല്ലാത്തവേദനയുണ്ട് ഫാത്തിമ. അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ജോലിക്കാരനെ വേലക്കാരനെ വെച്ച് തരാൻ ആവശ്യപ്പെടണമെന്ന് ഫാത്തിമ ബീവിയോട് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി ഭർത്താവിന്റെ മുമ്പിൽ 2 കൈയും കാണിച്ചു കൊടുക്കുന്നു. ഓ എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ ഈ ആട്ടുകളിൽ ആട്ടിയിട്ട് എന്റെ 2 കൈയും പട്ടിയിരിക്കുന്നു എന്ന് ഫാത്തിമ ബീവി പറഞ്ഞപ്പോ നിങ്ങളെ വാപ്പയോട് വിവരമെന്ന് പറഞ്ഞ് ഒരാളെ ജോലിക്ക് വേണ്ടി വെച്ച് തരാൻ ആവശ്യപ്പെടണം. കാരണം സമരാർജിത സമ്പത്തായി കിട്ടിയ ചില തടവുകാരുണ്ട് നിങ്ങളുടെ വാപ്പയിടയിൽ. അവരിൽപ്പെട്ട ആരെങ്കിലും ജോലിക്ക് വേണ്ടി വെച്ച് തരാനൊന്ന് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ കൽപ്പന നിരസിക്കാതെ ഇലാ ഹദറത്ത് റസൂലില്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുഹദറത്തിലേക്ക് ഫാത്തിമ ബീവി ചെന്നുകൊണ്ട് പറയുന്നു, അസ്സലാമു അലൈക യാ അബീ, എന്റെ വാപ്പ, അങ്ങക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. മടക്കിക്കൊണ്ട് വാക്ക് ചോദിക്കുന്നു. റസൂൽ ചോദിക്കുന്നു, എന്താണ് എന്റെ പൊന്നാര മകൾ ഇപ്പോൾ വന്നത്? അല്ലാഹുവിന്റെ റസൂൽ ചെന്നിട്ട് വിവരം പറയാനുള്ള ശേഷിയില്ലാത്തതിന്റെ പേരിൽ വാപ്പക്ക് സലാം പറയാൻ വേണ്ടി ഞാൻ വന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് തന്നെ വരികയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് ചോദിച്ചു, വാപ്പ എന്ത് പറഞ്ഞു? ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പറയുകയാണ്, എന്റെ വാപ്പയുടെ മുമ്പിൽ ചെന്നപ്പോൾ എനിക്ക് വല്ലാതെ നാണക്കേട് തോന്നി വിഷയമെന്ന് പറയാൻ. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കേട്ടപ്പോ നമുക്ക് ഒരുമിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്കൊന്ന് പോകാം. അങ്ങനെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബും ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ 2 പേരും കൂടി ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്,
നിങ്ങൾ പിടിച്ച് എന്റെ കയ്യിൽ കൊള്ളയേറ്റു വന്നിട്ടുണ്ട് നബിയേ. വെള്ളം കോരിയിട്ട് എന്റെ നെഞ്ചു വല്ലാതെ വേദനയുണ്ട് നബിയേ. അതുകൊണ്ട് യുദ്ധത്തടവുകാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തരൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഓ എന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ, അവരെ തരാൻ കഴിയൂല. എന്ത് കാരണമെന്നറിയുമോ? മദീനത്തെ പള്ളിയുടെ ചാരത്ത് പട്ടിണിക്ക് മേലെ പട്ടിണി വെക്കുന്ന എന്റെ മക്കളിൽ നിന്ന് പരിശുദ്ധമായ ഇൽമ പഠിക്കാൻ വേണ്ടി വന്നു കിടക്കുന്ന 70ഓളം വരുന്ന മുതഅല്ലിമീങ്ങളായ സുഫത്തുൽ അഹ്ലിയാണ് അവിടെയുണ്ട് ഫാത്തിമ. ഇവരെ വിറ്റിട്ട് ആ കാശ് കൊണ്ട് ഈ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ തരാൻ പറ്റില്ല ഫാത്തിമ. ഇത് കേട്ടുകൊണ്ട് രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ഭാര്യയും ഭർത്താവും അലി ഇബ്നു അബീ ത്വാലിബും ഫാത്തിമ ബീവി എഴുന്നേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുന്നു. മകളും മരുമകനും കിടന്ന വിരിപ്പോ പാപ്പയ്ക്ക് കിടക്കാൻ വേണ്ടി നൽകുകയാണോ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ആ സമയത്ത് പറഞ്ഞു, വേണ്ട, അതേ നിങ്ങൾ കിടക്കുന്ന തോലിലാണല്ലോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ആ പ്രിയപ്പെട്ട മകളോടും മരുമകനോടും പറയുകയാണ്, ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? ചോദിച്ച ചോദ്യത്തിൽ പരിഹാരമാർഗം വീട്ടിൽ നിന്ന് പറയാൻ പോവുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി അലിയാരോടും പറഞ്ഞു തരിക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് രണ്ട് കൈയും പൊട്ടിയെന്ന സങ്കടം മകൾ പറഞ്ഞു. വെള്ളം കോരിയിട്ട് നെഞ്ചുവേദനിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടു പറഞ്ഞപ്പോ പരിഹാരം പറയുകയാണ്, ഓ ഫാത്തിമ, ഓ അലി ഇബ്നു അബീ ത്വാലിബ്, എല്ലാ നിസ്കാരവും ശേഷവും നിങ്ങൾ 10 തവണ വീതം തസ്ബീഹും ഹംദും തക്ബീറും ചൊല്ലുക. ഉറങ്ങാൻ വേണ്ടി വിരിപ്പെത്തിയാൽ 33 പ്രാവശ്യം തസ്ബീഹും തഹ്ലീലും തഹ്മീദും നിങ്ങൾ ചൊല്ലണേ. ഇതായിരുന്നു പരിഹാരമാർഗമായി മകൾക്കും മരുമകനും പറഞ്ഞു കൊടുത്തിരുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാൽ പറഞ്ഞത്, രണ്ട് കരവും നീട്ടി സ്വീകരിച്ചു. ഞാൻ എന്റെ മരണം വരെ അത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരോട് അത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിച്ച മഹദിയോടുകൾ സഹോദരന്മാരെ വലിയ പണ്ഡിതയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയതുകൊണ്ട് വഫാത്തായതുകൊണ്ട് ഒരുപാട് ഹദീസുകൾ നിവേദനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 10 താഴെ ഹദീസുകൾ മാത്രമാണ് നിവേദനം ചെയ്തിട്ടുള്ളത്. ആ സയ്യിദത്തുന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വലിയ പണ്ഡിതയാണ്. ഒരു ദിവസം സ്വഹാബത്തുകൾ ഇരിക്കുന്ന മജ്‌ലിസിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മാ ഖൈറുൽ ലിന്നിസാ. സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്ത്രീകൾക്ക് ഏറ്റവും നന്മയുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? സ്വഹാബത്ത് മുഖത്തോട് നോക്കുകയാണ്. ആർക്കും പറയാൻ കഴിയുന്നില്ല. എന്താണ് അതിന്റെ മറുപടി? സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണോ? നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും സ്വർണ്ണമാണ്. ഏത് പെണ്ണും ഇഷ്ടപ്പെടുന്ന ഒന്ന് സ്വർണം.
നമ്മളെ പറയുകയുള്ളൂ. പക്ഷേ ഇത് പറഞ്ഞപ്പോ സഹാബത്തുൽ കിറാം മുഖത്തോട് മുഖം നോക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പെട്ടെന്ന് ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വാക്കുകളെല്ലാം ചോദിച്ചിട്ടുണ്ട്, അതിന്റെ മറുപടി എന്താണെന്ന് പറഞ്ഞു തരൂ ഫാത്തിമ. ഫാത്തിമ ബീവി ചോദിച്ചു, പ്രിയപ്പെട്ട വല്ലഭ, നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ, നിങ്ങൾക്ക് സ്ത്രീകൾ പുരുഷന്മാരെ കാണുന്നതും അതുപോലെ പുരുഷന്മാർ സ്ത്രീകളെ കാണുന്നതും ഇഷ്ടപ്പെടില്ല, അതാണ് സ്ത്രീകൾക്ക് ഏറ്റവും നന്മയെന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് അലിയാർ തങ്ങളോട് ചോദിച്ചപ്പോ അലിയാർ തങ്ങളൊന്നും മിണ്ടിയില്ല. ആ മജ്‌ലിസിലേക്ക് പോയിരുന്നിട്ട് ആരും മറുപടി പറയാതിരുന്നപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, അല്ലാ യറൈന തിജാല, സ്ത്രീകൾ പുരുഷന്മാരെ കാണാതിരിക്കലും പുരുഷന്മാർ സ്ത്രീകളെ കാണാതിരിക്കലുമാണ് സ്ത്രീകൾക്ക് ഉത്തമമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് മറുപടി പറഞ്ഞപ്പോ അല്ലാഹു റസൂൽ ചോദിച്ചു, ഈ മറുപടി ആര് പറഞ്ഞു? അലി ഇബ്നു അബീ ത്വാലിബ് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. ആ സമയത്ത് അലിയാർ തങ്ങൾ പറഞ്ഞു, ഇത് ഫാത്തിമ ബീവി എനിക്ക് പറഞ്ഞതാ എന്ന മറുപടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി, ഇന്നഹാ ബിദഅത്തുൻ മിന്നീ, അലിയേ ഫാത്തിമ എന്റെ കണ്ണിന്റെ കഷ്ണമാണ്, അതുകൊണ്ടാണ് മറുപടി പറയാൻ കഴിഞ്ഞതെന്നോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് പറയുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ നിലക്ക് വലിയ പണ്ഡിതയായിരുന്നു മഹാമതിയായ സയ്യിദത്തുനാ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അവരുടെ വഫാത്ത് വല്ലാതെ വിഷമിപ്പിച്ച രംഗമാണ്. ഫാത്തിമ ബീവിയുടെ വഫാത്ത് വല്ലാത്ത രംഗമാണ്. ഭർത്താവിനോട് വഫാത്തിന്റെ മുമ്പ് ഒരു കാര്യം പറയുകയാണ്, ഞാൻ ഒരു സുദീർഘമായ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ്. അലിയാർ തങ്ങൾ ചോദിക്കുന്നു, അതിനെ എവിടത്തേക്കാ പോകുന്നത്? അത് ഞാൻ ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയിലേക്കാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വല്ലാതെ വിഷമിച്ചു പോയി. മഹ്ശറിൽ വെച്ച് കാണാൻ പറ്റുന്ന യാത്രയാണ്. തിരിച്ച് ഈ രാജ്യത്തേക്ക് ലോകത്തേക്ക് മടക്കമില്ലാത്ത യാത്രയിലേക്കാണ് ഞാൻ പോകുന്നത്. അലിയാർ തങ്ങളെ, അതുകൊണ്ട് എനിക്കൊരു വസിയത്ത് ചെയ്യാനുണ്ട്. ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണേ. മാത്രമല്ല എന്റെ ജനാസ കഫമുടയും പൊതിഞ്ഞു കഴിഞ്ഞാൽ, കഫം പൊതിഞ്ഞാൽ എന്റെ രാത്രിയല്ലാതെ പകൽ സമയത്ത് മറമാടാൻ പാടില്ല നബിയേ. അലിയാരെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് മഹാനായ സയ്യിദത്തുനാ ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. മാത്രമല്ല ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇതൊക്കെ പറഞ്ഞപ്പോ അലിയാർ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവിയോട് പറയുകയാണ്, ഓ എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ, ഞാൻ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങളെ സഫറുൽ ഖൽബിന്റെ മകളാണല്ലോ. നിങ്ങളെനിക്ക് ഒരു നിരക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഫാത്തിമ. എന്റെ മക്കളിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാപ്പയെ കാണുമ്പോ എന്നെ കൊണ്ട് പ്രയാസം പാപ്പയോട് പറയരുത് ഫാത്തിമ. എനിക്ക് വേണ്ടി ഒന്ന് ശഫാഅത്ത് ചെയ്യാൻ പാപ്പയോട് പറയണം ഫാത്തിമ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ തന്റെ കണ്ണിലൂടെ കണ്ണുനീർ ബാഷ്പങ്ങൾ ഒഴിച്ചുകൊണ്ട് ഫാത്തിമ ബീവിയോട് പറയുകയാണ്. ആ സമയത്ത്
ബീവി റളിയല്ലാഹു അൻഹയും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് പറയുകയാണ്, ഓ എന്റെ പ്രിയപ്പെട്ട അയ്യാൽ തങ്ങളെ, എന്റെ മക്കൾ നിങ്ങൾ നല്ലതുപോലെ സംരക്ഷിക്കണം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരെയും നിങ്ങൾ സംരക്ഷിക്കണം. എന്റെ മക്കളെ നിങ്ങൾ അടിക്കാൻ പാടില്ല. ഇങ്ങനെ കുറേ ഉപദേശങ്ങൾ ഫാത്തിമ ബീവി അലിയാർ തങ്ങളോട് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഞാൻ പോയാൽ പിന്നെ ആരാണ് എന്റെ മക്കളെ കുളിപ്പിക്കുക, വസ്ത്രങ്ങൾ ധരിപ്പിക്കുക എന്നൊക്കെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയാർ തങ്ങളോട് ചോദിക്കുകയാണ്. വസിയത്തിന്റെ കൂട്ടത്തിൽ അലിയാർ തങ്ങളോട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പ്രത്യേകമായ ഉപദേശങ്ങൾ നൽകി. ചുരുക്കി പറയട്ടെ സഹോദരന്മാരെ, തങ്ങളും ഇതെല്ലാം കേട്ട് തകാനാവാതെ പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയെ അവിടുത്തെ പ്രൈവറ്റ് റൂമിൽ വിളിച്ചെത്തിയാണ് ഇതെല്ലാം അലിയാർ തങ്ങളോട് പറയുന്നത്. ആ സമയത്ത് ഇനി എന്റെ റൂമിന്റെ ഉള്ളിൽ ഇനി ഒരാളെയും കറ്റല്ലേ. പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോകുകയാണ്. മരിക്കുന്നതിന് മുമ്പ് വലിയ വസിയത്തോ സാധാരണ സ്ത്രീകളെ കിടത്തുമ്പോ തറയിൽ കിടത്തിയിട്ട് ഒരു തുണി വിരിച്ചാണ് മുകളിൽ കിടത്താറുള്ളതോ. അങ്ങനെയാകുമ്പോ സ്ത്രീയുടെ ശരീരത്തിന്റെ രൂപം മനസ്സിലാക്കാൻ കഴിയും. ഇത് കേട്ടപ്പോ മഹദിയായ സഹാബിയത്ത്, അവരുടെ പേരെന്റെ ഓർമ്മയിൽ വരുന്നില്ല, ആ മഹദിയോട് പറയുകയാണ്, ഞാൻ അബിസീനിയയിൽ പോയപ്പോ ആ നാട്ടുകാരൻ പതിവ് ഞാൻ കണ്ടിട്ടുണ്ട്. മയ്യത്തിനെ വെക്കുന്ന ഒരു കട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ ഒരു കട്ടിൽ ശരിയാക്കട്ടെയോ എന്ന് ചോദിച്ചിട്ടോ. ബഹുമാനപ്പെട്ട സഹാബിയത്തായ വനിത ഈ തപ്പന മടലുകൾ കൊണ്ടൊരു കട്ടിലുണ്ടാക്കി ആ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി കണ്ടപ്പോ, ഇത് നല്ലതാണല്ലോ, എന്നെയും കുളിപ്പിക്കാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെക്കണേ. ആദ്യമായി മയ്യത്ത് കട്ടിൽ കുളിപ്പിക്കുന്ന ഒരു പതിവോ കിടക്കുന്ന ഒരു പതിവോ ഫാത്തിമ ബീവിക്കാണ് ആദ്യം ഉണ്ടായെന്ന് ഇമാം സയൂത്തി തന്റെ പ്രത്യേകമായി പറഞ്ഞിരിക്കണം. അങ്ങനെ ഫാത്തിമ ബീവി ആ പ്രൈവറ്റ് റൂമിൽ കിടന്ന് വഫാത്താകുമ്പോ പ്രിയമുള്ള സഹോദരന്മാർ മനസ്സിലാക്കണം, ആ വഫാത്തായി മുഖത്തുകൊടുത്തുയെല്ലാം മൂടി പിഞ്ചോമന മക്കൾ ഹസനും ഹുസൈനും രണ്ടുപേരും ഇതറിയുന്നില്ല. അവർ പള്ളിയിൽ പഠിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോ പതിവ് പോലെ ഉമ്മയെ വിളിക്കുകയാണുമ്മ. ഖുർആൻ സ്വീകരിക്കാൻ എഴുന്നേൽക്കുന്നില്ല. നോക്കുമ്പോ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞു സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ രണ്ട് മക്കളെയും ഒഴിവാക്കി ഭർത്താവിനെയും വിട്ട് എല്ലാവരെയും വിട്ടുകൊണ്ട് മഹദിയവர்கள் യാത്രയാണ്. ഈ സഹോദരന്മാരെ വഫാത്താകുമ്പോൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെയാണ് യാത്ര. ഇതേ കാരണം അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നതിന്റെ അല്പം മുമ്പ് അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് ചെറിയ അടക്കം പറഞ്ഞു, പൊട്ടിക്കരഞ്ഞു ഫാത്തിമ. രണ്ടാമത് ഒരടക്കം പറഞ്ഞു. ഞാൻ അത് കേട്ട് ചിരിച്ചു. ഈ രണ്ട് രംഗവും ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ രഹസ്യം ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പൊ പറയില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തിന് ശേഷം ആയിഷ ബീവി വീണ്ടും ചോദിച്ചു, അല്ല ഫാത്തിമ, എന്താണ് പ്രിയപ്പെട്ട വാപ്പ ഞങ്ങളോട് ആരോടും പറയാത്ത രഹസ്യം നിങ്ങളോട് പറഞ്ഞത്? ആ സമയത്ത് ഫാത്തിമ ബീവി പറഞ്ഞു, എന്റെ വാപ്പ ഈ ലോകത്ത് നിന്ന് വിട പറയും അടുത്തിരിക്കുന്നു അടുത്ത വിയോഗം. എന്റെ എല്ലാ റമദാനിലും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം 2 പ്രാവശ്യം ഖത്മുൽ ഖുർആൻ ഓതിക്കുമ്പോ ഈ പ്രാവശ്യത്തെ റമദാനിലെ എല്ലാ പ്രാവശ്യം ഒരു പ്രാവശ്യം ഖത്മ് ഓതിക്കുമ്പോ ഈ പ്രാവശ്യത്തെ റമദാനിലെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ കൊണ്ട് 2 പ്രാവശ്യം ഖത്മ് ഓതിച്ചിട്ടുണ്ടോ? വഫാത്തിന്റെ സൂചനയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞത് ഫാത്തിമയോട്, ഫാത്തിമ ബീവി ആയിഷ ബീവിയോട് പറയുകയാണ്. രണ്ടാമതായി പറഞ്ഞത് ഫാത്തിമ
കുടുംബത്തിൽ നിന്ന് ആദ്യമായി നാളെ എന്റെ അരികിൽ എത്തുന്നത് ആരാണെന്നറിയുമോ? ഫാത്തിമ. എന്റെ കരളിന്റെ കർണമായ മകളെ, നാളാദ്യമായി എന്റെ കുടുംബത്തിലും എന്റെ അരികിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്റെ പ്രിയപ്പെട്ട മകളെ നിങ്ങളാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി, ഞാൻ വളരെ സംതൃപ്തയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ ആദ്യമായി പോകാൻ കഴിയുന്നത് എനിക്കാണല്ലോ എന്നോർത്ത് സന്തുഷ്ടയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ മഹദി റളിയല്ലാഹു റസൂൽ വഫാത്തായി 6 മാസം പൂർത്തിയായപ്പോൾ 29ാമത്തെ വയസ്സ് റമദാൻ, പരിശുദ്ധ റമദാൻ 3ാമത്തെ ദിവസം, ഹിജ്റയുടെ 11ാമത്തെ വർഷം ഈ ലോകത്തോട് വിട പറയുകയാണ്. ജീവിതത്തിൽ ഒരന്യ പുരുഷനെ കാണാത്ത ദർശിക്കാത്ത മഹദിയാണല്ലോ ഫാത്തിമ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ വഫാത്താകുമ്പോൾ ഭർത്താവിനോട് പറഞ്ഞതോ, എന്റെ ജനാസ കഫൻ പൊതിയുമ്പോ ആ പൊതിഞ്ഞെടുക്കുമ്പോ ഒരു സ്ത്രീയുടെ ആകാരം വ്യക്തമാകുമല്ലോ. അതുകൊണ്ട് അടിയാരുത്തങ്ങള് എന്റെ ജനാസ രാത്രിയല്ലാതെ ഖബറടക്കരുത്. ഒരന്യ പുരുഷൻ എന്റെ ജനാസ കാണാൻ പാടില്ല. മാത്രമല്ല, ഒരു പെണ്ണേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതോ ഒരന്യ പുരുഷൻ കാണാതിരിക്കുക എന്നത് ലോകത്തെ പഠിപ്പിച്ചു കൊടുത്തതോ അത് സയ്യിദത്തുനാ ബീവി ഫാത്തിമയാണല്ലോ. നാളെ സ്വർഗ്ഗത്തിൽ നമ്മുടെ ഉമ്മമാരുടെ നേതാവായി സ്വർഗ്ഗത്തിൽ ചക്രവർത്തി പോലെ ഒരു രാജറാണിയെ പോലെ വാഴുന്ന ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആ മഹദിയുടെ പിന്നിൽ അണിനിരക്കാൻ നമ്മുടെ നാട്ടിലെ ഉമ്മമാർ നിങ്ങൾ തയ്യാറാകണം. ഉമ്മമാര് ഭൗതികതയുടെ ഊഷരഭൂമിയിൽ നിങ്ങൾ അപരസഞ്ചാരം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, രക്ഷകർത്താക്കൾ, ഉമ്മമാർ നമ്മുടെ മക്കൾക്കും ഭാര്യമാർക്ക് വസ്ത്രങ്ങൾ വാങ്ങി കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാണക്കേട് തോന്നുകയാണ്. ഇന്ന് യാത്ര ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് വല്ലാത്ത വികൃതമായ വേഷങ്ങളാണ്. സുബ്ഹാനല്ലാഹ് ഇതിൽ വ്യവസ്ഥകളായി നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര അർത്ഥമുള്ള, എത്ര സത്യമാണ്, എത്ര അർത്ഥവ്യാപ്തിയുള്ള സംഗതിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിദാ. ഖിയാമത്ത് നാളിൽ 2 വിഭാഗം ആളുകളുണ്ട്, അവരുടെ കണ്ടുകൊണ്ട് ഞാൻ കാണാതിരിക്കട്ടെ എന്നാണ് റസൂൽ ദുആയിരുന്നു. ആ 2ാമത്തെ വിഭാഗമാരാണ് നിസാഉൻ, സ്ത്രീകളാണ്. കാസിയാത്ത്, വസ്ത്രം ധരിച്ചവരാണെന്ന് പറയാൻ പറ്റും. ആരിയാത്ത്, അതോടൊപ്പം വ്യവസ്ഥകളാണെന്ന് പറയാൻ പറ്റും. വസ്ത്രം ധരിച്ചില്ല എന്നൊരു ശൈലിയിൽ വ്യവസ്ഥധാരികളായ ഒരു വിഭാഗം പെണ്ണുകൾ ഉണ്ടാകുന്ന ഒരു കാലം ഈ ലോകത്ത് വരാറുണ്ട്. ഖിയാമത്ത് നാളിന്റെ അലാമമായി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഈ എന്റെ പ്രിയമുള്ള സഹോദരന്മാർ, നാം മുസ്ലിമീങ്ങളാണോ, അല്ലാഹുവും പ്രവാചകനും അന്ത്യനാളിൽ വിശ്വസിക്കുന്നവരാണോ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് അവകാശപ്പെടുന്നവരാണോ, 5 വക്ത് നിസ്കരിക്കുകയും തലയിൽ തൊപ്പിയിടുകയും താടി വെക്കുകയും വളരെ സൂക്ഷ്മമായി വ്യക്തിജീവിതം പുലർത്തിക്കൊണ്ട് പോകുമ്പോ എന്റെയും നിങ്ങളുടെയും കുടുംബജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ജീവിതമാണ്. ഭാര്യയുടെ മക്കളുടെ ദേശം അല്ലാഹുവിന്റെ നേത്രങ്ങളുടെ ദേശമല്ലേ. പുരുഷന്റെ ദേശം കെട്ടുന്ന സ്ത്രീയെ അല്ലാഹു ശമിച്ചിരിക്കുന്നു എന്ന് ആ പുരുഷന്റെ വിസാരത്തിന്റെ രൂപത്തിന്റെ ഭൂമിയിലെ ആ നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്റെ പ്രിയമുള്ളവര്, ഈ വ്യവസ്ഥവാദികളായ സ്ത്രീകൾ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോ അല്ലാഹുവിന്റെ ശാപമല്ലേ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു
ഇതിനെന്ത് പരിഹാരമാണുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പരിഹാരം തന്നെയാണോ? സ്ത്രീകളോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുവദിച്ചിട്ടുള്ള വസ്ത്രം ധരിക്കുക, അന്യപുരുഷന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല. ഇന്ന് വീട്ടിൽ പോയാലും മുൻപന്തിയിൽ സ്ത്രീകളാ, ഒരു കല്യാണ ചടങ്ങിന് പോയാലും സർവ്വതും കൈകാര്യം സ്ത്രീകളിലായി മാറിയിരിക്കുകയാണോ? സുബ്ഹാനല്ലാഹ് പറയുമ്പോ നമ്മൾക്ക് പഴഞ്ചന്മാരായി തള്ളപ്പെടുകയാണ്. ആര് തള്ളിയാലും ആരാക്ഷേപിച്ചാലും ആര് പ്രതികൾ പറഞ്ഞാലും എന്റെയും നിങ്ങളെയും സൃഷ്ടിച്ച നമുക്കെല്ലാം സംവിധാനിച്ച റബ്ബാകുന്ന അല്ലാഹുവിന്റെ പൊരുത്തം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ആരുടെയും പൊരുത്തമില്ല നമുക്കോ, യജമാനനായ റബ്ബിന്റെ പൊരുത്തമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതോ, ഫാത്തിമ ബീവി ലോകത്ത് വല്ലാതെ സൂക്ഷ്മജീവിതം നടത്തിയപ്പോ പ്രിയമുള്ള സഹോദരന്മാരെ, ഫാത്തിമ ബീവി വരുമ്പോഴുള്ള രംഗത്തെ കുറിച്ച് മുഹദ്ദിസീങ്ങളായ ചില മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. പ്രിയമുള്ള സഹോദരന്മാരെ, ഫാത്തിമ ബീവിയെ കുറിച്ച് പഠിപ്പിച്ചത് ഫാത്തിമ ബീവി അറിയുന്നവർക്കറിയാം. ഈ ഫാത്തിമ എന്റെ മകളാണ്, എന്റെ കൽവിന്റെ കഷണമാണ്. എന്റെ മകളെ വിഷമിപ്പിക്കുന്നത് എന്നെ വിഷമിപ്പിക്കലാണ്. അന്ത്യനാളിൽ മുൻഗാമികളെയും പിൻഗാമികളെയും എല്ലാം ഒരൊറ്റ സദസ്സിൽ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം വരാനുണ്ടോ? ഇരിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ മുൻഗാമികൾ ഇനി വരാനിരിക്കുന്നതും ഖിയാമത്ത് നാളിൽ ലോകത്ത് വരാനുള്ള സർവ്വ ആളുകളെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസമുണ്ട് ഖിയാമത്ത് നാൾ. ആ ദിവസം പിന്നീട് അർശിന്റെ ഉപരിഭാഗത്ത് നിന്ന് ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം അർശിന്റെ ഉപരിഭാഗത്ത് നിന്ന് നശീർ കേൾക്കുന്നു. എന്താണ് നശീർ അറിയുമോ? അത്യുന്നതനായ റബ്ബിന്റെ കൽപ്പനയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ നിൽക്കുന്ന സർവ്വ ആളുകൾ കണ്ണുകൾ താഴ്ത്തണം. ആരും കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല. എന്റെ കാരണം ആദ്യമായി സിറാത്ത് കടക്കാൻ പോകുന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ബീവി ഫാത്തിമ അവരിതാ പോവുകയാണ്. അതുകൊണ്ട് തല കൊണ്ടിട്ട് നിന്നുകൊള്ളണം, കണ്ണുകൾ താഴ്ത്തണം. പാടിയായ സയ്യിദത്തുനാ ഫാത്തിമ ബീവി ഒരു ചക്രവർത്തിയുടെ ഗാംഭീര്യത്തോടെ പ്രൗഢിയോടെ 70,000 വരുന്ന ഹോലികളായ സ്ത്രീകളുടെ അകമ്പടിയോടെ സ്വാതി കടക്കാൻ പോകുക. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്താണ് ഈ ലോകത്ത് അന്യപുരുഷന്റെ മുമ്പിൽ പ്രകടമാകാത്തതിന്റെ കാരണം കൊണ്ട് അല്ലാഹു നൽകിയ ഏറ്റവും അത്യുന്നതമായ സ്ഥാനമാണ്. ആ സ്ഥാനം നൽകിയ അല്ലാഹു അനുഗ്രഹിച്ച മഹതിയാണ് ബീവി ഫാത്തിമ. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ അല്ലാഹു ബഹുമാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുഴുവനും നല്ല സഹീകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിയായ ഫാത്തിമ ബീവിയുടെ അത്ഭുതങ്ങൾ ഉറപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉമ്മമാര്, ഭാര്യമാര്, സഹോദരിമാര്, നമ്മുടെ പെൺമക്കളെയൊക്കെ സ്വാലിഹാത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. فواجسم خير الخلق في أرض طيبتي فأضحى بها المسك المعنبر ينفث فقيلا أراض به برزي مزلتي وريق لنا بالمصطفى تشبثوا. ملك الملوك يا
നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. നിങ്ങൾ ചൊല്ലിയ പരിശുദ്ധമായ വിദ്യ എന്ന മധുര കീർത്തനം അതിന്റെ സ്വഭാവം അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുഹദ്റത്തിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇതുവരെ ഈ മജ്‌ലിസിൽ നിന്നും ഈ പരിശുദ്ധരായ ഫാത്തിമ ബീവിയുടെ മനനന്ദിവ് കേട്ട ഈ മുഅ്മിനീങ്ങൾ ഫാത്തിമ ബീവിയുടെ ഹഖ്ഖാദ് ബറക്കത്തുകൊണ്ട് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരിടം നീ അനുവദിച്ചു തരണേ അല്ലാഹ്. ഖാലിഖായ റബ്ബേ, ഇരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും സ്വർഗ്ഗാവകാശിയാക്കണേ അല്ലാഹ്. സ്വർഗം ചോദിക്കാൻ യോഗ്യരല്ല നമ്മളാണ്. ജീവിതത്തിൽ നന്മ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ സ്വീകരിച്ചോ ഇല്ല എന്ന് ഞങ്ങൾക്കറിയില്ല. സ്വീകരിക്കണമെങ്കിൽ നിബന്ധന തത്വമുള്ളവരാകണമെന്ന് നിബന്ധനയുണ്ട്. ഞങ്ങൾക്കൊരു തത്വയുമില്ല, ഒരു വാഴമില്ല, ഒന്നുമില്ല. ഞങ്ങൾക്കാകെയുള്ളത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കും നിങ്ങൾ കുടുംബങ്ങൾക്കും സ്വർഗത്തിൽ ഒരിടം അനുവദിക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ അവകാശിയാക്കണേ അല്ലാഹ്. വിശുദ്ധ റമളാനിന്റെ ഉത്തഖായിലും തുലഖായിലും ഖുലസായിലും ഉടനായിലും ഞങ്ങളെയും നിങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഇന്ന് ജീവങ്ങൾ നൽകിയവരെയും ഇന്ന് നോമ്പുകൾക്കായി ആവശ്യമായ എല്ലാം നൽകിയവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഖാലിഖായ റബ്ബേ, ആഖിറത്ത് രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട ഭാര്യ മക്കൾ ഉമ്മ വാപ്പമാർ സഹോദരി സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങളെല്ലാം നീ അതിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ റമളാൻ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യുന്ന റമളാനുകളാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, റഹീമായ അല്ലാഹ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്തുള്ള ഞങ്ങൾക്കും അവർക്കും നീ നൽകണേ അല്ലാഹ്. നൽകണേ റഹ്മാനേ. എവിടെ വെച്ച് മരിച്ചാലും എപ്പം മരിച്ചാലും കാമിലായ മുഅ്മിനായി മുത്തഖിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും അവർക്കും നീ നൽകണേ അല്ലാഹ്. എത്രയും പരിശുദ്ധ ഹജ്ജും ഹബീബിന്റെ പരിശുദ്ധ മദീന പൂന്തോപ്പിലും എത്താൻ ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സയ്യിദത്തുനാ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ തണലിലായി ഞങ്ങളെ ഉമ്മമാര്, സഹോദരിമാര്, ഭാര്യമാര്, ഈ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. ഫാത്തിമ ബീവിയുടെ മദതും നസ്റത്തും ഞങ്ങളുടെ വീടുകളും ഭാര്യമാർക്കും ഉമ്മമാർക്കും പറയപ്പെട്ട മുഴുവൻ സഹോദരിമാർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. നൽകണേ അല്ലാഹ്. നൽകണേ അല്ലാഹ്. برحمتك يا أرحم الراحمين والحمد لله